നുഹ്മാൻ എന്ന് പറയുന്ന ഈ വർഗീയവാദിയായ SIയുടെ വർഗീയത ഇതിന് കാരണമായിട്ടുണ്ട്. ഒരു ശാന്തിക്കാരനെ കിട്ടിയാൽ ഇവൻ കാഫിർ മാത്രമല്ല, കാഫിറിന്റെ ദൈവത്തെ പൂജിക്കുന്ന പൂജാരി കൂടിയാണെങ്കിൽ ഇവനിട്ട് നാലെണ്ണം കൊടുക്കണമെന്ന് ഈ നുഹ്മാൻ എന്ന് പറയുന്ന ക്രിമിനൽ വർഗീയവാദി കാക്കിക്കുള്ളിലെ ജിഹാദി നടത്തിയ ആക്രമണമാണ് കുന്നംകുളത്തെ മർദ്ദനം. അതെ, കേരളത്തിലെ ഹിന്ദുക്കളെ നിങ്ങൾക്ക് ഉണരാൻ ടൈം ആയിട്ടില്ല ഇതുവരെ. ഇനി എന്നാ നിങ്ങൾക്ക് ഉണരാൻ പോകുന്നത്? ഈ നാട്ടിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ നടത്തുന്ന ക്രൂര വിനോദങ്ങളും അല്ലെങ്കിൽ ക്രൂരത കണ്ടിട്ട് നിങ്ങൾക്കൊന്നും ഒന്ന് കണ്ണ് തുറക്കാൻ തോന്നില്ലേ? ഉണരൂ ഹിന്ദു, ഉണരൂ. ഞങ്ങളൊക്കെ നിങ്ങളുടെ പിന്നാലെ നടന്ന് പറഞ്ഞു തന്നിട്ടും എന്താണ് നിങ്ങൾ ഹിന്ദുക്കളെ ഇങ്ങോട്ട് ഉണരാത്തത്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ സംഖ്യകളുടെ കൂട്ടത്തിലൊക്കെ അങ്ങ് കൂടി ഉണര്, കണ്ണൊക്കെ തുറന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് ചാടിവാ. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കി. നിങ്ങളിതൊന്നും ചിന്തിക്കാണ്ട് സമാധാനപരമായിട്ട് ഇങ്ങനെ കേരളത്തിൽ ജീവിച്ചാൽ മതിയോ? നമുക്ക് ഉത്തരേന്ത്യ പോലെ, UP പോലെ, ഹരിയാന പോലെ, അസം പോലെ ഒക്കെ ആക്കണ്ടേ കേരളത്തിലെ? അതിൽ നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് ഉണർന്നിട്ട് വരണ്ടേ അല്ലേ? അല്ലെങ്കിൽ നടക്കുമോ? ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും ഈ പറഞ്ഞ 2 മലരന്മാർ കുത്തിരുന്ന് ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണർത്താൻ നോക്കിയിട്ട് നിങ്ങൾ ഉണരാത്തത് എന്തുകൊണ്ടാണ്? എത്ര കഷ്ടപ്പാടാണ്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇനിയെങ്കിലും നിങ്ങൾ ഉണരൂ. ഞാൻ ഈ ഉണരൂ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇച്ചിരി ഒരു ഉണർച്ച വരട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഇതെല്ലാം സംഭവം ഒന്ന് കണ്ടു നോക്കുന്നുണ്ട്. മുസ്ലിമായ പോലീസ് SIക്ക് ഒരു ശാന്തിക്കാരനെ, അമ്പലത്തിലെ പൂജാരിയെ കണ്ടപ്പോൾ തോന്നിയ കലിപ്പ് കൂടിയുണ്ട് കുന്നംകുളത്തെ സുജിത്തിന് കിട്ടിയ മർദ്ദനത്തിന് വേണ്ടി. ആ വീഡിയോ കാണണം. ഇതുവരെ ആരും നമ്മുടെ മനോരമ ഇന്ന് പ്രധാന വാർത്തയാക്കി. മനോരമ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന്. സുജിത്ത് തൊട്ടടുത്ത അമ്പലത്തിലെ ശാന്തിക്കാരനാണ്. ആ സുജിത്തിനെ പിടിച്ചുകൊണ്ട് പോയത് എന്താണ് സാറേ ഇവിടെ ബഹളം എന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ്. പിടിച്ചുകൊണ്ട് പോയി ജീപ്പിലിട്ട് തല്ലി, ലോക്കപ്പിലിട്ട് തല്ലി, പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു. അതിൻ്റെ വീഡിയോ പോലീസ് തന്നെ പുറത്ത് വിട്ട വീഡിയോ വന്നു. അതിനകത്തൊരു രംഗമുണ്ട്. സുജിത്തിൻ്റെ കഴുത്തിലുള്ള രുദ്രാക്ഷമാല അഴിച്ചു മാറ്റിക്കുന്നു. കയ്യിൽ രുദ്രാക്ഷം കൊണ്ട് കെട്ടിയ ഒരു എന്താണ് ബ്രേസ്ലെറ്റ് ഉണ്ട്, അത് അഴിച്ചു മാറ്റുന്നു. എന്നിട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ ഹിന്ദുവിനോട്, ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരനോടുള്ള പക നുഹ്മാൻ എന്ന് പറയുന്ന ഈ വർഗീയവാദിയായ SIയുടെ വർഗീയത ഇതിന് കാരണമായിട്ടുണ്ട്. ഒരു ശാന്തിക്കാരനെ കിട്ടിയാൽ ഇവൻ കാഫിർ മാത്രമല്ല, കാഫിറിന്റെ ദൈവത്തെ പൂജിക്കുന്ന പൂജാരി കൂടിയാണെങ്കിൽ ഇവനിട്ട് നാലെണ്ണം കൊടുക്കണമെന്ന് ഈ നുഹ്മാൻ എന്ന് പറയുന്ന ക്രിമിനൽ വർഗീയവാദി കാക്കിക്കുള്ളിലെ ജിഹാദി നടത്തിയ ആക്രമണമാണ് കുന്നംകുളത്തെ മർദ്ദനം. കാക്കിക്കുള്ളിലെ ജിഹാദി, ഇത്രയും തെളിവുകളും ഒന്ന് കിട്ടിയാൽ പോരെ നിങ്ങൾക്ക്? ഇതുകൊണ്ടാണ് ഹിന്ദുവിനോട് ഉണരൂ എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാക്കിക്കുള്ളിലൊരു ജിഹാദി, ഒരു അമ്പലത്തിലെ പൂജാരി, അതായത് ഒരു കാഫിറിന്റെ ദൈവത്തിന്, അമ്പലത്തിലെ ദൈവത്തിന് വേണ്ടിയിട്ട് അർച്ചന, പുഷ്പാർച്ചനയും മറ്റേ അർച്ചനകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പൂജാരിയെ എടുത്തിട്ടിടിക്കുന്നു. വെറും ഇടിയാണോ? കൂട്ടത്തിൽ കയ്യിലുണ്ടായിരുന്ന രുദ്രാക്ഷം, കഴുത്തിലുണ്ടായിരുന്ന രുദ്രാക്ഷം ഒക്കെ അഴിച്ചു വെപ്പിച്ചിട്ട് ഇടിക്കുന്നു. ഇത് കണ്ടിട്ടൊന്നും ഈ ഹിന്ദു ആയ നിങ്ങൾക്ക് ഉണരാൻ തോന്നുന്നില്ല? ഇത് കണ്ടിട്ട് എനിക്ക് വരെ ഉണരാൻ തോന്നുന്നുണ്ട്. എന്നിട്ട് ഹിന്ദു ആയിട്ടുള്ള നിങ്ങൾക്ക് ഉണരാൻ തോന്നുന്നില്ല. പിന്നെ നുഹ്മാന്റെ കൂട്ടത്തിൽ 3 പേരുണ്ടായിരുന്നു കേട്ടോ. സന്ദീപ്, സജീവൻ, ശശീന്ദ്രൻ. ഈ ശശീന്ദ്രനും സജീവനും സന്ദീപും ജിഹാദി ആക്കണ്ട. ഒരു നമ്മൾ ഇല്ല, ഓരടിച്ചിട്ടില്ല എന്ന് വെച്ചോ. നമ്മൾ അടിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു മതം മാറാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന ജിഹാദികളാണ് നിങ്ങൾ കൂട്ടിയാൽ മതി. നമ്മൾ നുഹ്മാൻ എന്ന് പറഞ്ഞ ജിഹാദിനെ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഹിന്ദുക്കൾ എല്ലാവരും കൂടെ ഉണർന്നിട്ട് നമുക്ക് കേരളത്തിലെ സകല മുസ്ലിമിനെ അടിച്ചങ്ങോട്ട് തീർത്തേക്കണം എന്ന് പറയുന്ന ഈ പരമനാറികളായിട്ടുള്ള 2 മലരന്മാര് ഈ ചാനലിൽ കുത്തിയിരുന്ന് ചലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുന്നംകുളത്ത് നടന്ന ഈ ഒരു കാര്യത്തിന് അത് രാഷ്ട്രീയപരമായിട്ട് തന്നെ ആളുകൾ കാണുകയുള്ളൂ. നമ്മുടെ കേരളത്തിൽ അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, സംഖ്യ ഒഴിച്ച്, അതായത് വാണസംഖ്യകൾ ഒഴിച്ചിട്ട് ബാക്കി വരുന്ന 3 കൂട്ടരും ഇത് പോലീസ് കാണിച്ച ഒരു ചെറ്റത്തരമായിട്ടേ കണ്ടിട്ടുള്ളൂ. അവിടെ മതം കണ്ടിട്ടില്ല. പിന്നെ നുഹ്മാന്റെ കൂട്ടത്തിൽ ശശീന്ദ്രനും സന്ദീപും സജീവനും ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ പരമനാറികളുടെ ചാനലിൽ ഈ 2 മലരന്മാർ സംസാരിക്കാനും പോകുന്നില്ല. കാരണം അത് 3ഉം ഹിന്ദുക്കളായതുകൊണ്ട്. ഇവിടെ ആ ചെറ്റകൾക്ക് പിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, നുഹ്മാൻ എന്നുള്ള ആൾക്ക് മുസ്ലിം എന്നുള്ളൊരു മതം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് സുജിത്തിന് ഒരു ഹിന്ദുവാണ്, ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. എൻ്റെ പരമനാറികളെ, ഇനി ഈവൻ അവന്മാര് ഈ പറഞ്ഞ ചെറ്റത്തരം കാണിച്ച പോലീസുകാർ, ഈ 4 പോലീസുകാരും അയാളുടെ കയ്യിൽ നിന്ന് രുദ്രാക്ഷം, കഴുത്തിലുള്ള രുദ്രാക്ഷം അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ രുദ്രാക്ഷത്തിനോട് കുറച്ചെങ്കിലും അവർക്കുള്ള ബഹുമാനം കൊണ്ട്, അല്ലെങ്കിൽ അവർ കാണിച്ച ബഹുമാനമാണ് ഇവൻ ഇടിച്ചപ്പോൾ അത് മാറ്റി വെച്ചത്. ഈ പാവത്തിനിട്ട് ഇടിച്ചത് തന്നെ വലിയ ചെറ്റത്തരം. അതിനെതിരെ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും ഈ നാട്ടിലെ മുസ്ലിം ലീഗുകാരും ഏറ്റവും കൂടുതൽ അവിടെ പോയി സമരം ചെയ്ത് വരേണ്ട ആൾക്കാരാ.
ലീഗുകാരും കോൺഗ്രസ്സുകാരുമാണ് ഈ പോലീസ് സ്റ്റേഷന് മുമ്പ് പോയിട്ടും ഈ നുഹ്മാന്റെ വീട്ടിലോട്ടും ബാക്കിയുള്ള ആൾക്കാരുടെ വീട്ടിലോട്ടും മാർച്ച് നടത്തിയതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഈ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവിടെ സംഖ്യകൾ വന്നിട്ടില്ല. എന്തേ നിനക്കൊക്കെ ചാനലിൽ കുത്തിയിരുന്ന് ഈ വർഗീയത പറഞ്ഞ ആൾക്കാരെ തമ്മിലടുപ്പിക്കാന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ മലരന്മാരെ നിങ്ങൾക്ക്? വേറെ എല്ലാത്തോണ്ട് ചോദിക്കുക. നിന്നൊക്കെ ഇതിലും വൃത്തികെട്ടത് വിളിക്കണം എന്നുണ്ട്. പക്ഷെ ഇതൊരു ചാനലായി പോയത് കൊണ്ടും എനിക്ക് ഇതിന്റെ അപ്പുറത്തോട്ട് ചെറ്റത്തരം നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ പുഴുത്ത് ചാവേണ്ട ചെറ്റത്തരൊക്കെ നിന്നെ വിളിക്കേണ്ടി വരും. അത് വിളിക്കാത്തത് അതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് മലർ എന്നുള്ള പേര് നിർത്തിയത്. നിന്നൊക്കെ മനസ്സിലായോ? ഇവിടെ കൊണ്ടും തീരുന്നില്ല. ഇത് കേട്ടിട്ട് ഇങ്ങനെ വെകിളി പൂണ്ട് അപ്പുറത്ത് മറ്റൊരു പടുക്കളവനുണ്ട്. ഏത് നേരത്തും ദൈവം വിളിച്ചു പോകുന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു പടുക്കളവൻ. അവന്റെ ആവേശം കൂടെ നിങ്ങൾ കാണണമെന്ന്. ഇത് പറയാൻ മനോരമയ്ക്ക് ധൈര്യമില്ല. VD സതീശന്റെ നട്ടല് പറയ്ക്കും. കോൺഗ്രസ്സുകാർക്ക് ധൈര്യമില്ല. ഇതിനാണ് മതേതരത്വം എന്ന് പറയുന്നത്. എന്താ ഊർജം! മറ്റവൻ വർഗീയത പറഞ്ഞപ്പോ ഈ പടുക്കളവന് അതിൽ നിന്ന് കിട്ടിയ ഊർജം കണ്ട. ആ ഊർജത്തിന്റെ മുകളിൽ ഇനി അങ്ങ് വർഗീയത തട്ടിവിടുന്നത് നമുക്ക് കേൾക്കാലേ. അയാളെ കണ്ടാലും അറിയാം അയാളൊരു സാത്വിക കുറിയും ഒക്കെ ഉള്ള ആള്. ഈ ടിവിയിലും നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ പൊട്ടു തൊട്ടിങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് കാണാം. പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യം അവർ പറയുന്നില്ല. എല്ലാവരും ഇയാൾ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് KS സുജിത്ത് 27 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ തർക്കമാക്കി മാറ്റാനുള്ള ശ്രമം പോലെയാണ് ഇയാൾ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ പിടിച്ചുകൊണ്ടുപോയി. കുറച്ച് കഴിയുമ്പോൾ മദ്യപാനിയായ യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പോലീസുകാർക്ക് വരുത്താൻ പറ്റിയ പരമനാറി. നിന്നോട് ഒരു കാര്യം പറയട്ടെ, ഇവിടെ രാഷ്ട്രീയം തന്നെ ആൾക്കാർ കാണുകയുള്ളൂ. കാരണം അയാൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ തന്നെയാണ് ഈ പറഞ്ഞ കുന്നംകുളത്ത്. അതുകൊണ്ട് തന്നെ സുജിത്തിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഈ പിണറായി പോലീസ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ലീഗുകാരൊക്കെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ, പ്രതിപക്ഷത്തുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇട്ടിടിച്ചും മറ്റേ ചെടിച്ചട്ടിട്ട് ഇടിച്ചും ഒക്കെ ഉള്ള കഥകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ ആൾക്കാർ സംസാരിക്കുകയുള്ളൂ. അല്ലാണ്ട് നിന്റെ ഒക്കെ ഉള്ളിൽ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ എടുക്കുന്ന ആ ഒരു വർഗീയ ചിന്ത ഉണ്ടല്ലോ, തല മൂത്ത് നരച്ച് മുത്തച്ഛനും മുത്തച്ഛൻ്റെ അച്ഛനും ഒക്കെ ആയിട്ടുണ്ടാവും. നിന്നൊക്കെ കണ്ട് നിന്റെയൊക്കെ മക്കളും മരുമക്കളും അല്ലെങ്കിൽ നിന്റെയൊക്കെ പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ അല്ലെങ്കിൽ ഈ പടുക്കളവൻ ചെറ്റവർത്താനം മാത്രമേ ഇവൻ്റെ ഒക്കെ വായിന്ന് വീകുമെന്ന്. അവിടെയൊക്കെ കൊണ്ട് നിനക്ക് ഈ വർഗീയത കുത്തിക്കയറ്റാൻ തോന്നുക നിന്റെ ഉള്ളിലെ വൃത്തികെട്ട വിഷം കൊണ്ടാടാ നാറികളെ. അതുകൊണ്ടാണ് നിനക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. ഇത് രാഷ്ട്രീയമായിട്ട് തന്നെ ആൾക്കാർ കാണുന്നുള്ളൂ. ഈവൻ അടി കിട്ടി അവൻ പോലും ഇത് രാഷ്ട്രീയമായിട്ടേ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും രാഷ്ട്രീയം ആയിട്ട് തന്നെയാണ് ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും ഇതിനെതിരെ സംസാരിക്കുന്നതും നമ്മൾ തന്നെ വീഡിയോ ഇട്ടുന്നതും. നമ്മളെപ്പോലെ പല ആൾക്കാരും പോലീസ് കാണിച്ച ചെറ്റത്തരത്തിനെതിരെ വീഡിയോ ഇട്ടതും. അവിടെ ആരും മുസ്ലിം ആണോ ഇടിച്ചത് ഹിന്ദു ആണോ കൊണ്ടത് എന്നല്ല നോക്കിയത്. അങ്ങനെ ഇവിടെ അങ്ങോട്ട് നിങ്ങളൊക്കെ പറഞ്ഞ് നോക്കുകയാണെങ്കിലല്ലോ ഈ സംസ്ഥാനത്ത് ഒരുപാട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പോലീസുകാരുണ്ട്. ഒരു ഹിന്ദു പോലീസുകാരൻ അറിയാണ്ട് ഒരു മുസ്ലിമിന് ഇടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ വന്ന് ഹിന്ദുക്കളെ അടിച്ച് കൊല്ലാനാണ് നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പോലീസുകാരെ മുസ്ലിമിനെ അടിച്ചാൽ തിരിച്ചിടിക്കോ? ഇനി ഒന്നും പോട്ടെ, ഒരു ക്രിസ്ത്യൻ പോലീസുകാർ ഒരു ഹിന്ദുവിനെ അടിച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ ക്രിസ്ത്യാനികളെ അടിച്ചു കൊല്ലോ? എടാ നാറുകളെ, ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഇവിടുത്തെ ഒരു മതം ഇല്ലാണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. ഈ എല്ലാത്തിലും മതം കയറ്റി വന്നിട്ട് ഹിന്ദുവിനെ തൊട്ട് കഴിഞ്ഞാൽ മുസ്ലിമിനെ കൊല്ലണം, മുസ്ലിമിനെ തൊട്ട് കഴിഞ്ഞാൽ ഹിന്ദുവിനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ഈ മുദ്രാവാക്യം വിളിച്ച് പറയാൻ നിനക്കൊക്കെ നാണം, ഒരു ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടടാ. നീയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം വെള്ളം കിട്ടാണ്ട് ചാവുന്ന വരട്ടെ. ആരെങ്കിലൊക്കെ നിന്റെ വായിലോട്ട് മൂത്രവും തീട്ടം കോരിട്ട് വരേണ്ടി വരും. അതൊക്കെ തിന്നിട്ട് വേണം നീയൊക്കെ ചാവ. ഇമ്മാതിരി വർത്താനൊക്കെ ഈ രാജ്യത്തെ ആൾക്കാരുടെ ഇടയിലോട്ട്, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലോട്ട് കുത്തി പരത്തി കയറ്റി വേണ്ടി. ഈ പറഞ്ഞ നിന്റെ ഒക്കെ ഊതിയ നാറി ഭരണവും അതിൻ്റെ അപ്പുറത്ത് ഹരിയാന, ആസാം, ഇവിടെയൊക്കെ നീയൊക്കെ കാണിക്കുന്ന ചെറ്റത്തരം കൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് സമാധാനമില്ല, ഒരു തേങ്ങയില്ലാണ്ടാ ജീവിക്കുന്നത്. ഈ കേരളത്തിൽ നീയൊക്കെ നിന്നെപ്പോലത്തെ കുറച്ച് മലരന്മാർ കുറവായതുകൊണ്ടാണ് ഈ രാജ്യത്ത്, ഈ നാട്ടിൽ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നാട് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിലേക്ക് നീയൊക്കെ വന്ന് എന്തൊക്കെ കൊണ്ണത്തരം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ നാട്ടിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെല്ലാം സംഘികളല്ല എന്ന് എല്ലാവർക്കും അറിയാം. സംഘിയാണ്. ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും അത് അങ്ങനെയാണ്. നീയൊക്കെ എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഹിന്ദു സംഖ്യയാവില്ല. ഹിന്ദു ആയിട്ടും ജീവിക്കും, മുസ്ലിമായിട്ട് ജീവിക്കും, ക്രിസ്ത്യനായിട്ട് ജീവിക്കും. ഈ കൂട്ടത്തിലെ മതം മൂത്ത നിന്നെ പോലത്തെ മലരന്മാർ എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഈ ആൾക്കാർ നല്ലപോലെ ജീവിച്ചോളും. അവർക്കറിയാം എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് എവിടെയാണ് ഉണരേണ്ടത് എന്നുള്ളത്. നീയൊക്കെ അങ്ങോട്ട് വീട്ടിൽ കിടന്ന് ഉണർന്നാൽ മതി, നിന്റെ ഒക്കെ ഈ ചെറ്റത്തരം പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ കൊണ്ടും കഴിയുന്നില്ല, അവന്മാർക്ക് കലി തീരുന്നില്ല. ബാക്കി കൂടെ കേട്ടോക്ക്. അത് നടന്നോട്ടെ. അല്ല, സുജിത്തിന്റെ കഴുത്തിൽ നിന്ന് ആ രുദ്രാക്ഷമോ അല്ലെങ്കിൽ തുളസിമാലയോ ബലമായി അഴിക്കടാന്ന് പറഞ്ഞ് അഴിപ്പിക്കുന്നുണ്ട്. കയ്യിലെ ഈ രുദ്രാക്ഷം കെട്ടിയിട്ടുള്ള ആ ബ്രേസ്ലെറ്റ് അഴിപ്പിക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഇവർക്ക് കണ്ടൂടാ. അതുകൊണ്ടാണ്
പൊട്ട് മായ്ക്കണം. അത് പറഞ്ഞില്ല. വീഡിയോ മുഴുവൻ കണ്ടാൽ പൊട്ട് മായ്ച്ചിട്ടുണ്ടോ? പൊട്ട് കുത്തിയതുകൊണ്ടാണ് അടിച്ചത്. അതെ, ചന്ദനക്കുറി ഉള്ളതുകൊണ്ടാണ് അടിച്ചത്. ആളാരാണെന്ന് മനസ്സിലായിരുന്നു. എന്നാ ഇവനെ 4 പൂശിയേക്കാന്ന് വെച്ചു. വളരെ മോശമാണ്. ഇവന്മാരൊരു ഈ പെൻഷൻ പോലും വാങ്ങാതിരിക്കാൻ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണം. അത് തന്നെ അല്ലേടാ ഈ നാട്ടിലെ സകല മുസ്ലിമും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നല്ലവരായിട്ടുള്ള ജനങ്ങൾ പറയുന്നത്. ഇത്രയും ചെറ്റത്തരം കാണിച്ച പോലീസുകാർക്ക് 4 പേർക്കെതിരെ നടപടി വേണം അവിടെ. അല്ലാണ്ട് നുഹ്മാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് മാത്രം പ്രത്യേകിച്ച് നടപടിയും മറ്റ് 3 ആൾക്ക് നടപടി വേണ്ടെന്നല്ല പറഞ്ഞത്. 4 പേർക്കും പണി കിട്ടണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരുത്തൻ്റെ പേര് നുഹ്മാൻ ആയതുകൊണ്ട് മാത്രമല്ല, നിന്റെ ഒക്കെ ഒരു കുത്തിക്കഴപ്പുണ്ടല്ലോ, അതൊക്കെ വീട്ടിൽ കൊണ്ട് നിന്റെ പെണ്ണുമ്പിള്ളാൻ്റെ അടുത്ത് തീർക്കാൻ വേണ്ടത്. അതല്ലാണ്ട് ഇമ്മാതിരി ചെറ്റമർത്താനും വന്ന് ചാനലിൽ ഇരുന്ന് പറയല്ല വേണ്ടത്. 2 കിളവന്മാരും കൂടി ഇരുന്ന് ചിലയ്ക്കുന്ന ചില കണ്ടില്ല. ഇതിൻ്റെയൊക്കെ ഉള്ളിലെ വർഗീയ വിഷം എത്ര ആയിരിക്കും? ഈ ചെറ്റകളൊക്കെ നിങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ കാണുമ്പോണ്ടല്ലോ, ഇവന്മാരൊന്നും അടുപ്പിക്കരുത്. ഒരു കാര്യം പറയും, ഇവന്മാരൊക്കെ ഏതെങ്കിലും രീതിയിൽ മുസ്ലിങ്ങളായിട്ടും ക്രിസ്ത്യാനികളൊക്കെ ആയിട്ട് ഒരു സുഹൃത്ത് ബന്ധമോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എന്തായാലും ഉണ്ടാവും. അത് കേരളത്തിൽ ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. സുഹൃത്ത് ബന്ധങ്ങളും മറ്റ് പല രീതിയിലുള്ള ഒരുപാട് ഇടപാടുകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഈ 2 നാറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒഴിവാക്കുക, സമൂഹത്തിൽ നിന്ന് വിട്ടു നിർത്തിക്കള. അല്ലെങ്കിൽ ഇവനൊക്കെ കിട്ടുന്ന കിട്ടല് നിന്നൊക്കെ പിന്നെന്ന് കുത്തും. അത് ഏത് ലെവലില് ഏത് രീതിയിൽ കുത്തും നീ ഒന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താ. ഇത്ര പച്ചക്ക് വന്നിട്ട് ഈ ചാനലിൽ ഒരാൾ പോലും ചിന്തിക്കാത്ത ഈ ഒരു കാര്യത്തിൽ മതം കുത്തിക്കയറ്റി വർഗീയ വാണത്തരം പറയാൻ ഇവനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവനുമായിട്ട് ഇടപാട് നടത്തുന്ന ഏതെങ്കിലും രീതിയിൽ സുഹൃത്തുക്കളായിട്ടോ മറ്റ് ഏത് ഇടപാടുകൾ നടത്തുന്ന മറ്റ് മതത്തിലെ മുസ്ലിങ്ങളായിട്ടും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇവനൊക്കെ 8ന്റെ പണി നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ഇവനന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുക. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ ഇവനൊക്കെ കൊടിയ വിഷങ്ങളായിട്ട് ചീറ്റിക്കൊണ്ടിരിക്കും ഈ രാജ്യത്ത്, ഈ നമ്മുടെ നാട്ടിൽ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തമ്പുരാനെ, നീയൊക്കെ എത്ര പേര് അങ്ങോട്ട് വിളിക്കുന്നത്? ആ കൂട്ടത്തിൽ ഇതിന് പോലത്തെ 2 എവിടെങ്കിലും വല്ല പാണ്ടിലോറി ഇടിച്ചിട്ടെങ്കിലും ഒരു മൂലയിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നനെ വാ തുറക്കാൻ പറ്റാത്ത രീതിയിൽ. കഷ്ടം.